നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ സാറുണ്ട്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. അതെ, ഈ 8 വയസ്സുള്ള കുട്ടികളുടെ മാനസിക നില എപ്പോഴായിരിക്കും? കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ 8ാമത്തെ വയസ്സിലാണ്. 8ാമത്തെ വയസ്സെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളുമായിട്ട് തുടർച്ചയാണ്. എന്നുവെച്ചാൽ പൂജാതനാകുന്ന കാലം തൊട്ട് കുട്ടിയിൽ പ്രത്യേകമായ വ്യത്യസ്തത വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ വയസ്സിനും പ്രത്യേകമായ വ്യത്യസ്തതകളുണ്ട്. 8ാം വയസ്സിൽ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാകും. കുട്ടികളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്ന ഒരു സ്വഭാവം, ഓരോ കളികളിലേക്ക് പോകുന്ന സ്വഭാവം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ സമയം കുട്ടി വളർച്ചയുടെ ഘട്ടത്തായതുകൊണ്ട് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ഈ കുട്ടികൾക്ക് കൊടുക്കണം. അത് പ്രത്യേകമായി രക്ഷകർത്താക്കൾ ശ്രമിക്കണം. പിന്നെ ഇതിന് പലതിനും കുട്ടിക്ക് ഒരു മുൻധാരണ കാണത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു, എങ്ങനെയാണ് എന്നുള്ള ഒന്നും മുൻധാരണ കാണത്തില്ല. പക്ഷെ ഈ 8 വയസ്സ് മുതൽ കുട്ടി സ്വയം പലതും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത് കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് ചെയ്യും. ഇപ്പം അമ്മ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും കുട്ടി ചിലപ്പോൾ അവൻ്റേതായ സ്വാതന്ത്ര്യം എടുത്ത് ഈ കുട്ടി പലതും എടുത്ത് ചെയ്തെന്നും വരും. അപ്പോൾ ഇനി അതേ കണക്കിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, അലസത. എന്തെങ്കിലും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതെയും ഇരിക്കും. അല്ലാതെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് വന്ന് വരത്തില്ല. പിന്നെ ഇത്തിരി ഈ സമയത്ത് ഒരു ഭയങ്കര പ്രത്യേക ബഹളം വെക്കും. എനിക്കത് ചെന്നില്ലല്ലോ, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലല്ലോ. ഈ വാശി ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ സമയത്തൊരു കാര്യം ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞാൽ തീർക്കത്തില്ല. ഇതൊക്കെയാണ് ഈ 8ാം ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് അവൻ്റേതായ ഒരു ലോകം അവൻ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കശപിശകൾ വീട്ടിലുള്ളവരുമായിട്ടും ഒക്കെ കാണിക്കും. ഈ അമ്മ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അമ്മയോടൊക്കെ വഴക്കിടുന്ന ചുവടെയാണ്. പക്ഷേ ഈ പ്രായത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ഈ കുട്ടികളിൽ നിന്ന് പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പഠിപ്പിച്ചെടുക്കുന്ന അത് മറ്റു ആളുകൾക്ക് സഹായം ചെയ്യാൻ പഠിപ്പിക്കണം. കാരണം പല സഹായം ഒരാൾക്ക് ചെയ്യണം. മോനെ ആ കുട്ടിക്ക് അത് ചെയ്ത് കൊടുക്കുക, മറ്റേ ആ പട്ടിക്ക് ആ ഭക്ഷണം എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പഠനവും പാഠ്യേതര വിഷയങ്ങളിലും ഈ സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ ഈ സമയത്ത് പ്രോജക്റ്റ് വർക്കുകൾ ഉണ്ടാകാം. ആ പ്രോജക്റ്റ് വർക്കുകൾ ഒക്കെ ചെയ്യാനും ഒരു ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാനുമുള്ള ഒരു സംഗതിയുണ്ട്. ടൈം ടേബിൾ ഒരു പ്രധാന കാര്യമാണ്. ഒരു ചിട്ടയായ ഒരു പഠനത്തിലേക്ക് പോകണം. ഇപ്പോൾ അധ്യാപകരീനെ വായനയെ പ്രോത്സാഹിപ്പിക്കാം, വായനയിലും പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ കഥാപുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മാസികകളുണ്ട്. ഈ മാസികകളിലൊക്കെ കഥയൊക്കെ വായിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് ഒരു കഥയുടെ സാരാംശം എന്താണ്, അല്ലെങ്കിൽ കഥ വായിപ്പിക്കാം. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുട്ടിയെ വഹിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ, കളികൾ എപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞത് ഈ പ്രായങ്ങളിൽ കളികൾ 2 തരം കളികളാകാം. ഒന്ന് ബൗദ്ധികമായ കളികൾ, ഒന്ന് ഓടിച്ചാടിയുള്ള കളി. രണ്ടും വേണം. അപ്പോൾ കുട്ടികൾക്കുള്ള ക്രിക്കറ്റ് കളിക്കാം, ഓടിച്ചാടിയുള്ള കളി. ആ കളികളൊക്കെ കുട്ടികളെ കൊണ്ട് നടത്തിക്കണം. അതുപോലെ ബൗദ്ധികമായ കളികൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വാക്കുകൾ, ചെസ്, വേർഡ് സ്ക്രാമ്പിൾ, പല വാക്കുകൾ ചേർത്ത് പദപ്രശ്നം, സുഡോക്കോ, ഇതുപോലൊക്കെ ഉള്ള കളികളും ചെയ്യാം. പിന്നെ ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കൾ ചില ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കണം. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ അവനെ അഭിനന്ദിക്കണം. ഇതൊക്കെ വേണ്ടിയിരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും അവരോട് സ്കൂൾ വിശേഷങ്ങൾ ചോദിക്കണം. ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ, എന്തൊക്കെയാണ് അധ്യാപകർ, ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ കുട്ടികളോട് ഈ പ്രായത്തിലും ചോദിച്ചിരിക്കണം. മറ്റ് 6 വയസ്സ് സ്കൂളിൽ പോകുന്ന എല്ലാ കാലഘട്ടത്തിലും ഈ ചോദ്യം ആവശ്യമാണ്. അത് അവരിൽ നിന്ന് കേൾക്കണം. വെറുതെ കേട്ടാൽ പോരാ, നിങ്ങൾ കേൾക്കുന്നുവെന്നും അതിനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും ആ കുട്ടിക്ക് തോന്നത്തക്ക രീതിയിൽ വേണം കുട്ടികളോട് ചോദ്യം ചോദിക്കാം.